ഹായ്, ഇന്ന് ഞാനൊരു മാങ്ങഞ്ചി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇതിന് നമ്മൾ എത്ര മാങ്ങഞ്ചിയാണോ നുറുക്കി വെച്ചിട്ടുള്ളത് അത് മുങ്ങിയിരിക്കാൻ മാത്രം വെള്ളം ആദ്യം തിളപ്പിക്കുക കേട്ടോ. നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. എന്നിട്ട് വെട്ടി തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓഫാക്കി വയ്ക്കുക ഫ്ലെയിം. അതിന് ശേഷം അരിഞ്ഞു വെച്ച മാങ്ങഞ്ചി അതിലേക്ക് തട്ടി കൊടുക്കുക. ആ ചൂടുള്ള വെള്ളത്തേക്കാണ് കേട്ടോ തട്ടി കൊടുക്കുന്നത്. എന്നിട്ട് അതൊരു 2 മിനിറ്റ് മാറ്റി വയ്ക്കുക. 2 മിനിറ്റ് മാറ്റി വെക്കണം. അതിൽ ആ മഞ്ഞളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് ഊറ്റിയെടുക്കുക. വെള്ളമില്ലാതെ ഒന്ന് ഊറ്റിയെടുക്കുക കേട്ടോ. കണ്ടില്ലേ മാങ്ങഞ്ചിയുടെ നിറം. അപ്പോൾ ഇനി ഒരു ചട്ടി ചൂടാക്കിയിട്ട് ഒരു 500 എണ്ണയാണ് ഞാൻ ഈ മാങ്ങഞ്ചിക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി എണ്ണ ആദ്യം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കടുകും ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടിമുട്ടിയിലൊന്ന് ചതുക്കിയതാണ് കേട്ടോ അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഗോൾഡൻ നിറാവുമ്പോൾ അതൊന്ന് തീ പതുക്കെ വെക്കണേ. എന്നിട്ട് പതുക്കെ വെച്ചതിന് ശേഷം അച്ചാർ പൊടി ഒരു 3 സ്പൂണ്, പിന്നെ 2 സ്പൂണ് കാശ്മീരി മുളക് പൊടി അത് അതിലേക്ക് തട്ടി കൊടുക്കുക. തീ പതുക്കെ വയ്ക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കരിഞ്ഞു വരുത്. എന്നിട്ട് എരിവിന് നമ്മൾ കുറച്ചും കൂടി മുളക് പൊടി, സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിറത്തിന് വേണ്ടി മാത്രം കേട്ടോ. കാശ്മീരി മുളക് പൊടി കുറച്ചിട്ട് സാധാ മുളക് പൊടി ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടാക്കുക. പിന്നെ ഒന്നും കൂടി കത്തിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് കായപ്പൊടി. അച്ചാർ പൊടിയിൽ കായപ്പൊടി ഉണ്ടാവും, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മുന്നിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കായപ്പൊടി ഉണ്ടെങ്കിൽ നല്ലൊരു രസമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കുക നല്ലോണം. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ മാങ്ങഞ്ചിയുടെ മണം ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ലൊരു മണം ഇങ്ങോട്ട് വരും. ഇനി ആ എണ്ണയുടെ പാകത്തിനാണ് കേട്ടോ ഞാൻ സുർക്കെടുത്തത്. ആ സുർക്ക ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം പിന്നെ ആ ഊറ്റി വെച്ച മാങ്ങഞ്ചി അതിലേക്ക് തട്ടി കൊടുക്കുക. ഇനി നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ, എല്ലായിടത്തും മസാല ആവാൻ. ഇത് കുറച്ച് ബാക്കിയുള്ള സുർക്ക ഞാൻ ഇതിൽ പാർന്ന് കൊടുക്കുകയാണേ. ആ അളവ് തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ അളവ് തന്നെയാണ് സുർക്ക ഒഴിച്ചത് കേട്ടോ. ഇതാ നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. ചോറിലേക്കൊക്കെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇതിൻ്റെ മണം തന്നെ നല്ലൊരു രസമാണല്ലോ. മാങ്ങയുടെ മണം മാതിരിയൊക്കെ ഇങ്ങോട്ട് നല്ലൊരു മണം കൊണ്ട് വരും. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊടിച്ചതാണ്. കടുക് പൊടിച്ച് അതിൻ്റെ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയ പരിപ്പാണ് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കിയ കടുകിനെ നമ്മൾ അമ്മിയിൽ പൊടിച്ചിട്ട് അതിലെ കറുപ്പ് കളഞ്ഞ പരിപ്പാണ് അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിനൊരു തിള വരുമ്പോൾ അത് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ചട്ടി നല്ല ചൂടായിട്ട് ബാക്കിയുള്ള എണ്ണ അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് അത് ആ എണ്ണ നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കിയ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുകയും ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.